സംസ്ഥാന ബജറ്റിൽ മകന്റെ പേരിൽ ആന്റി റാഗിംഗ് പദ്ധതി പ്രഖ്യാപിച്ചതിൽ സന്തോഷമറിയിച്ച സിദ്ധാർത്ഥിന്റെ കുടുംബം നിയമങ്ങൾ കർശനമാക്കണമെന്നും കാര്യങ്ങൾ തുറന്നു പറയാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കണമെന്നും സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ പ്രതികരിച്ചു. സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് നടപ്പിലാക്കുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. 2024 ഫെബ്രുവരിയിലാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഈ ആക്ട് കണ്ടതിൽ വലിയ സന്തോഷം. ക്യാമ്പസുകളിലെ കുട്ടികളുടെ അല്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലുകളിലെ കുട്ടികളുടെ ഭയം ഒഴിവാക്കിക്കൊണ്ട് എന്ത് വേണമെങ്കിലും അവർക്ക് പുറത്തറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ധൈര്യം, ആ ധൈര്യം എവിടെ നിന്നാണോ കിട്ടുന്നത് അത് അവർക്ക് പേടിയില്ലാതെ പറയാൻ കഴിയുമെങ്കിൽ അത് അത്രയും നല്ലൊരു കാര്യം. ഒരു സംഭവം നടന്നാൽ അത് ഉടനടി അല്ലെങ്കിൽ കാലങ്ങൾ താമസിച്ചിട്ടല്ല, അപ്പോൾ തന്നെയുള്ള ഒരു ശിക്ഷാവിധി കിട്ടുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെയൊക്കെ കുറയുമായിരിക്കും, അല്ലെങ്കിൽ കുറയണം. ഇനിയും കടുത്ത ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് തൂത്തെറിയാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുണ്ട്.